രാജാവിന് ഭയങ്കര ഡിപ്രഷനായി എന്നാണ്. ഉർവശിയെ കാണാതെ ഉർവശിയെ തന്നെ ചിന്തിച്ചിരിക്കുക, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഉർവശിയെ കുറിച്ച് മാത്രമേ ചിന്ത ഉള്ളൂ എന്നാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റണില്ല എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം ഉർവശിയെ തന്നെ ചിന്തിച്ചും കൊണ്ട് അനേകം സംവത്സരം കഴിഞ്ഞു. ഒരു ദിവസം ഒരു സന്ദർഭത്തിൽ ഉർവശിയെ കാണാനിടയായി. കണ്ട സമയത്ത് വലിയ സന്തോഷമായി, ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, നീ തിരിച്ചു വരും എന്നാണ് വിചാരിച്ചത്, നീ വന്നില്ലല്ലോ, നിന്നെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉർവശി തലയ്ക്ക് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ രാജാവേ, എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ നശിക്കണ എന്നെക്കുറിച്ച് മാത്രം, അപ്സരസാണ്, ഉർവശിക്കും നാശമുണ്ട്, ദേവലോകത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞത് ബ്രഹ്മാവിനടക്കം നാശമുണ്ട്, ജനിച്ചത് കാരണം മരണം ഉറപ്പാണ്. അങ്ങനെ നശിക്കണ എന്നെക്കുറിച്ച് ഉർവശി പറയുകയാണ്, ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും നശിക്കാത്ത ആ അച്യുതൻ, ഒരു ശ്രുതിയില്ലാത്ത ആ അച്യുതനെ കുറിച്ച് അങ്ങ് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങക്ക് എന്നോ മുക്തി കിട്ടിയേനെന്ന് ചോദിക്കുകയാണ്. അന്ന് ആ പുരൂരവസ് മനസ്സിലാക്കുകയാണ് എത്ര വലിയ അബദ്ധമാണ് ചെയ്തതെന്ന്. ഉർവശി അങ്ങോട്ട് നമസ്കരിച്ചു എന്നാ പറയുക ആചാര്യന്മാര്. ഗുരുനാഥയാണ് നീന, ഭഗവാനെ കാണിച്ചു തരുന്ന ആളാരോ അയാളാണ് ഗുരുനാഥൻ. ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നാരായണീയത്തിലെ 96ാമത്തെ ദശകം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ദശകവും ഭഗവാന്റെ പാദത്തിൽ ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരുനാഥ ജനകായ നമോ നമഃ. നിൽക്കട്ടെ പെറ്റുനോവിൻ കഥ, രുചി കുറയും കാലമേറും ചടപ്പും പൊയ്ക്കോട്ടെ, കൂട്ടിടേണ്ട മലമതിലൊരു കൊല്ലം കിടക്കും കിടപ്പും, നോക്കുമ്പോൾ ഗർഭമാകും വലിയ ചുമടെടുക്കുന്നതിൻ കൂലി പോലും, തീർക്കാവല്ലെത്ര യോഗ്യൻ മകനും അതു നിലയ്ക്കുള്ളൊരമ്മേ തൊഴുന്നിൻ. വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ, പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ, പരമശിവനതാം ആചാര്യനെ കൈതൊഴുന്നിൻ. ഓം ജനകായ നമ, ഓം ജനന്യേ നമ, ഓം ഗും ഗുരുഭ്യോ നമ, ഗം ഗണപതയേ നമ, സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം, കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം, വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുവായൂരപ്പ ശരണം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞു ധ്യാനയോഗത്തിനെ കുറിച്ച്. ഭഗവാനെ എപ്രകാരമാണ് നമ്മുടെ മനസ്സിൽ, ഹൃദയത്തിൽ ആ ഭഗവാന്റെ സാന്നിധ്യം നല്ലോണം കണ്ടുകൊണ്ട് ഭഗവാനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് എപ്രകാരമാണ് ധ്യാനത്തിലൂടെ ആ മുക്താവസ്ഥയിലേക്ക്, സമാധിയിലേക്ക് എപ്രകാരമാണ് എത്താൻ പറ്റുക എന്നുള്ളതാണ് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കാര്യമായിട്ട് കണ്ടത്. ഈ ദശകത്തിൽ ആ ഭഗവാന്റെ ആ സ്വരൂപം അല്ലേ, കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ സൂക്ഷ്മ സ്വരൂപമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഈ ദശകത്തിൽ ഈ സൃഷ്ടി മുഴുവൻ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ആ സ്ഥൂല സ്വരൂപത്തിനെ ഒന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് മേൽപ്പത്തൂര് ഭഗവാന്റെ വിഭൂതി യോഗത്തിലേക്ക് കടക്കുന്നത്. ഈ വിഭൂതി യോഗം ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലുണ്ട്. അതേപോലെ തന്നെ മഹാഭാരതത്തിലെ ഭഗവത്ഗീത എന്ന് പറയുന്ന വിശിഷ്ടമായിട്ടുള്ള ഭാഗത്തും അർജുനന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് ഈ വിഭൂതികൾ കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നു, ഈ സൃഷ്ടിയെ മുഴുവൻ ആ സൃഷ്ടിച്ച് സംഹരിച്ച് പരിപാലിച്ച് എല്ലാ അർത്ഥത്തിലും അതെ ഈ സൃഷ്ടിയെ മുഴുവൻ കൊണ്ടു നടക്കണ ആ ഭഗവാൻ പരമാത്മാവ് അവിടുന്ന് തന്നെയാണ് ഗുരുവായൂരപ്പ. മാത്രമല്ല പറയുകയാണ്, അങ്ങ് എല്ലാ വിഭാഗത്തിലും പെട്ടതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ശോഭിക്കണമെന്നാണ്. അക്ഷരങ്ങളിൽ ഭഗവാൻ അകാരമാണ് എന്ന് പറയുന്നു. മന്ത്രങ്ങളിൽ ഓംകാര മന്ത്രം, ഗായത്രി മന്ത്രം ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. പിന്നെ പറയണു, ആ രാജാക്കന്മാരിൽ വെച്ച് മനു, സ്വയംഭുവ മനു ഭഗവാനാണ്.
ദേവർഷികളിൽ വെച്ച് നാരദര് ഭഗവാനാണ്, ബ്രഹ്മർഷികളിൽ വെച്ച് ഭൃഗു മഹർഷി ഭഗവാനാണ്, അതേപോലെ പശുക്കളിൽ വെച്ച് ആ മൃഗങ്ങളിൽ വെച്ച് സുരഭി പശു ഭഗവാനാണ്, പക്ഷികളിൽ വൈനതേയൻ അഥവാ ഗരുഡൻ ഭഗവാനാണ്, അതേപോലെ നാഗങ്ങളിൽ അനന്തൻ ഭഗവാനാണ്. പിന്നെ പറയണു ആ അസുരന്മാരിൽ വെച്ച് പ്രഹ്ലാദൻ അവിടുന്നാണ്, ബ്രാഹ്മണ ഭക്തന്മാരിൽ വെച്ചിട്ട് അല്ലെ ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ള ആ ഭക്തന്മാരിൽ വെച്ച് മഹാബലി അവിടുന്ന് തന്നെയാണ്. പറയണു ആ വീരന്മാരിൽ വെച്ച് അർജുനനും ഭക്തോത്തമന്മാരിൽ വെച്ച് ഉദ്ധവരും ഭഗവാൻ തന്നെയാണ്. ജപയജ്ഞമാണ് ഭഗവാൻ യജ്ഞങ്ങളിൽ വെച്ച് ക്ഷമിക്കണം. അതേപോലെ ബലവാന്മാരിൽ ബലമായിട്ടും തേജസ്വികളിൽ തേജസ്സായിട്ടും ആ ഭഗവാൻ തന്നെയാണ് വർത്തിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു വരികയാണ് മെൽപ്പത്തൂര്. ഇതിന്റെ അനേകം ഉദാഹരണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ നമുക്ക് പറഞ്ഞതുപോലെ ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവതത്തിൽ ഇതിലേറെ വിസ്തരിച്ചിട്ട് കാണും. ഇവിടെ മെൽപ്പത്തൂര് 2 ശ്ലോകങ്ങളിലായിട്ട് ഇത് ചുരുക്കുകയാണ്. അപ്പോൾ ഏത് വിഭാഗത്തിൽ നോക്കിയാലും അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഭഗവാനാണ് എന്ന് പറയുന്ന സമയത്ത് നല്ലത് മാത്രം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മാത്രം ഭഗവാൻ എന്നല്ല ചിന്തിക്കേണ്ടത്. അതിനാണ് അടുത്ത പാദം പറഞ്ഞത് വസ്തു സർവം ത്വമേവ. എന്താ അത് പറഞ്ഞത്? ഏത് വിഭാഗത്തിൽ നോക്കിയാലും ഏറ്റവും ശ്രേഷ്ഠമായത് ഭഗവാനാണെങ്കിൽ ഉറപ്പിക്കാം, പിന്നെ ആ വിഭാഗത്തിൽപ്പെട്ട സകലതും ഭഗവാൻ തന്നെയാണ്. അല്ലെ, ഏറ്റവും ശ്രേഷ്ഠം ഭഗവാനാണെങ്കിൽ പിന്നെ സംശയമില്ലാതെ പറയാം അതിലുള്ളതെല്ലാം ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ഈ സൃഷ്ടിയില് ഭഗവാൻ അല്ലാതെ കണ്ട് ഒന്നുമില്ല. പ്രകൃതിയും അവിടുന്നാണ്, പുരുഷനും അവിടുന്നാണ്. അവിടുന്ന് അല്ലാതെ കണ്ട് ഒന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. കാണുന്നത് സകലതും അവിടുന്ന് തന്നെയാണ് എന്ന് പറയുകയാണ്. അപ്പൊ അതാണ് ഭഗവാന്റെ വിഭൂതി യോഗം. ഇത് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഗീതയിലായാലും ഭാഗവതത്തിലായാലും അനേകം ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റിദ്ധരിക്കരുത്. ഏറ്റവും നല്ലത് മാത്രം ഭഗവാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ലത് ഭഗവാനാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റെല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഈ കാണുന്നതെല്ലാം ഭഗവാനാണ്. നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ചരാചരങ്ങളും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ തന്നെയാണ് പല രൂപങ്ങളിലും ഉള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നത്? അല്ലെ, ഇതെന്റെ അച്ഛനാണ്, ഇതെന്റെ അമ്മയാണ്, ഇതെന്റെ മിത്രമാണ്, ഇതെന്റെ ശത്രുവാണ്, അല്ലെ, ഇതൊരു പൂച്ചയാണ്, അല്ലെങ്കിൽ ഇതൊരു മരമാണ്. ഇങ്ങനെ വ്യത്യാസമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് എന്നുള്ളതാണെങ്കിൽ ഒക്കെ ബ്രഹ്മാണ് എന്നുള്ള അറിവാണെന്നുണ്ടെങ്കിൽ അത് മാറ്റം വരാൻ പാടില്ലല്ലോ. അതാണ് പറഞ്ഞത്, അവിടെ ദ്വൈതഭാവം വരുന്ന സമയത്ത് മായയുടെ പ്രവേശം വരുമ്പോഴാണ് നമുക്ക് ഇത് വ്യത്യസ്തങ്ങളായിട്ട് തോന്നുന്നത്. സത്യത്തില് ഈ ഒരു തത്വം എല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാക്കണ ഒരു തത്വം മനസ്സിലായിട്ടുള്ള ഒരു ഭക്തൻ എല്ലാറ്റിലും വൈരാഗ്യം വന്നിട്ട് ആണ് ജീവിക്കുന്നത്. അത് കാരണം തന്നെ മുക്താവസ്ഥയെ പ്രാപിക്കണം. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അത് വേറെയായിട്ട് തോന്നുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മായ മിഥ്യാഭാവം വരണത് കാരണം. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും സ്വർണ്ണാഭരണങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ. അത് അനേകം രൂപത്തിലുണ്ട്. വളകളായിട്ടുണ്ട്, മാലകളായിട്ടുണ്ട്, അല്ലെ, അനേകം രൂപങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതിലൊക്കെ ഉള്ളത് സ്വർണം തന്നെയാണ് അല്ലെ. ആ വള ഉണ്ടാക്കുന്നതിന് മുൻപും സ്വർണമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വള നാളെ പൊട്ടി നശിച്ചു പോയാലും സ്വർണം മാത്രമേ ബാക്കി നിൽക്കുള്ളൂ. അപ്പോൾ ആ വള ഉണ്ടാക്കിയ സമയത്ത് അതിനൊരു പ്രത്യേക രൂപം കൊടുത്തു. ആ രൂപം കൊടുത്തപ്പോൾ ആ രൂപത്തിനനുസരിച്ച് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു നാമവും കൊടുത്തു. അങ്ങനെ അത് വളയായി. സത്യത്തിൽ അത് സ്വർണം മാത്രമാണ്, വാസ്തവം സ്വർണം മാത്രമാണ്. കാരണം വളയാവണതിന് മുൻപും സ്വർണ്ണേ ഉള്ളൂ, വള നശിച്ചു കഴിഞ്ഞാലും സ്വർണ്ണേ ഉള്ളൂ അല്ലെ. അപ്പൊ സത്യത്തിൽ അത് സ്വർണം മാത്രമാണ്. പക്ഷെ അതിനൊരു രൂപം ഉണ്ടായപ്പോൾ ആ രൂപത്തിനെ വ്യത്യസ്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരു നാമവും കൂടി കൊടുത്തു. ഇതേപോലെയാണ് സകലതും ഈ ലോകത്തില് അല്ലെ. ഓടിന്റെ ഉദാഹരണ ആചാര്യന്മാർ പറയും അല്ലെ, വിളക്കില് ഓടാണ്, ഉരുളിയിലും ഓടാണ്, രണ്ടും രൂപം രണ്ടാണ്, പക്ഷെ വസ്തു ഒന്നാണ് അല്ലെ. രണ്ടിലും സത്യത്തിൽ ഇരിക്കുന്നത് ഓട് മാത്രമാണ്. അതിന്റെ രൂപം കണ്ടിട്ട് നമ്മൾ അതിനെ വിളക്കെന്നോ ഉരുളിന്നോ ഒക്കെ വിളിക്കണമെന്ന് മാത്രം. അപ്പൊ ഇതേപോലെ ഈ ഒരു തത്വം കാണുന്നത് സകലതും ഭഗവാൻ മാത്രമാണ്. പക്ഷെ അതിന്റെ രൂപത്തിന് ആ കർമ്മവാസനയനുസരിച്ച് ഓരോ ജന്മത്തിൽ വന്ന് ജനിക്കുന്ന ജീവൻ അതിനനുസരിച്ചുള്ള ജീവൻ ജന്മം പ്രാപിക്കണു, രൂപം പ്രാപിക്കണു, ആ രൂപത്തിനനുസരിച്ചൊരു നാമം പ്രാപിക്കണു. അതിനനുസരിച്ചാണ് അപ്പോഴേക്കും മിഥ്യ വരികയില്ലേ. ആ പേരങ്ങോട്ട് വന്നപ്പോഴേക്കും ഞാൻ അഞ്ജലിയാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷെ അത് മിഥ്യയാണെന്ന് അർത്ഥം. ആ മായ എന്നുള്ള ഭാവം വരുമ്പോഴാണ് അങ്ങനെ രണ്ടായി തോന്നുന്നത്. സത്യത്തില് ഇതെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ. വേറൊരു ഉദാഹരണമായിട്ട് പറഞ്ഞ ഈ ഒരു തത്വം തന്നെയാണ് പണ്ട് പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള ഈ ഒരു തത്വം തന്നെയാണ്
ഇന്നും അതേ ശാസ്ത്രത്തിലൊക്കെ നമ്മൾ പഠിക്കുന്നത് എന്താ, എനർജി ഈസ് കോൺസ്റ്റന്റ്, ഇറ്റ് കനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്, ഇറ്റ് ഓൺലി ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അനദർ. ഇത് നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അത് ആ ഊർജം എന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. അത് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് മാറണു എന്ന് മാത്രം, അല്ലാതെ അതിനെ സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ഇതേപോലെ തന്നെ ഈ ഒരു തത്വം തന്നെയാണ് ഭഗവാനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അനേകം രൂപങ്ങളില്, അനേകം ഭാവങ്ങളില് ആ കർമ്മ പ്രാരബ്ധമനുസരിച്ച് ആ ജീവൻ ഓരോ ജന്മം എടുക്കുകയാണ് അല്ലെ. മനുഷ്യനായി വന്ന് ജനിക്കണം എന്നുണ്ടെങ്കിൽ അനേകം ജന്മങ്ങളില് പുണ്യങ്ങൾ ചെയ്താൽ മാത്രമേ മനുഷ്യജന്മം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കർമ്മത്തിനനുസരിച്ച് മനുഷ്യനായിട്ട് വന്ന് ജനിക്കണു. ഇവിടെ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ചെയ്യണ കർമ്മം അനുസരിച്ചാണ് ഇനി അടുത്തതായിട്ട് ഒരു ജന്മം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജന്മത്തിൽ പോയിട്ട് ജനിക്കുക, ആ യോനിയിൽ പോയിട്ട് ജനിക്കുക. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മുടെ ആ കർമ്മവാസന അനുസരിച്ച് ഈ ജീവൻ തന്നെ അനേകം രൂപങ്ങളെ പ്രാപിക്കണു. ആ രൂപങ്ങൾക്കനുസരിച്ച് ഓരോ നാമങ്ങൾ കൊടുക്കണു. ആ നാമങ്ങളാണ് തൻ്റെ അസ്തിത്വം. ഈ കാണുന്ന രൂപം, ഈ കാണുന്ന ശരീരമാണ് തൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത്, അസ്തിത്വം എന്നുള്ളത് ഭ്രമിച്ചും കൊണ്ട് ചിന്തിച്ചും കൊണ്ട് നമ്മൾ അങ്ങനെ ജീവിതം അങ്ങോട്ട് കഴിച്ചു കൂട്ടുകയാണ്. സത്യത്തില് ഇതൊന്നും ആ ശാശ്വതമായി നിലനിൽക്കണതല്ല അല്ലെ. ഈ ദേഹം ശാശ്വതമായി നിലനിൽക്കുന്നതാണെങ്കിൽ നമുക്ക് മരണം ഉണ്ടോ? ഇല്ല. ആ മരണം സംഭവിക്കുന്ന സമയത്ത് ഈ ദേഹത്തിനോട് വേർപെടണു ദേഹി. അപ്പൊ തന്നെ മനസ്സിലാവും നമ്മൾ ശരിക്കും ദേഹമല്ല. കാരണം നമ്മൾ മരിക്കുന്ന സമയത്ത് അങ്ങനെ ആവുമ്പോൾ ദേഹം ബാക്കി നിൽക്കാൻ പാടില്ല, ദേഹം കൂടി ഇല്ലാണ്ട് ആവണ്ടേ, അപ്രത്യക്ഷമാവുക എന്തെങ്കിലും വേണം. അതല്ല സംഭവിക്കുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് വസിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ് ഈ ദേഹം. അതിൽ തന്നെ മനസ്സിലാവും നമ്മൾ ആ ദേഹമല്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെ എന്നുള്ളതിനാണ് ആ ഉത്തരം പറഞ്ഞത്. അനേകം കർമ്മവാസനകൾ കാരണം ഇങ്ങനെ വന്ന് ജനിക്കുകയാണ്. ദേഹം ആവശ്യമാണ് ലക്ഷ്യസ്ഥാനമായിട്ടുള്ള ഭഗവാനിലേക്ക് എത്താൻ മാത്രം. അപ്പോൾ ആ കാണുന്നത് മുഴുവൻ ഈ സച്ചിദാനന്ദ തത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ കാണുന്നത് മുഴുവൻ ഭഗവാൻ മാത്രമേ ഉള്ളൂ, മറ്റുള്ളതൊക്കെ ആ ഭ്രമം, മിഥ്യ മാത്രമാണ്. ഈ ഒരു തത്വം, ഈ ഭ്രമമാണ് ഇതെന്ന് മനസ്സിലാക്കിയ ഒരാള് കാണുന്ന സകലത്തിലും ആ ഈശ്വരനെ മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനോടും ഇഷ്ടമില്ല, അനിഷ്ടമില്ല അല്ലെ. എല്ലാം ഈശ്വരനാണ്, ഞാനും ഈശ്വരനാണ്. അപ്പൊ പിന്നെ എങ്ങനെ എനിക്ക് വേറെ ഭാവം ഉണ്ടാവുക, ദ്വൈതഭാവം എങ്ങനെയാ ഉണ്ടാവുക? അങ്ങനെയാണ് വൈരാഗ്യം വന്നിട്ട് ആ തൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഒന്നിലും ആസക്തി വരാതെ കണ്ട് മുന്നോട്ട് നീങ്ങാൻ പറ്റണം. അങ്ങനെ നീങ്ങണ ഒരു ഭക്തൻ ഭഗവാന്റെ ആ മുക്താവസ്ഥ അഥവാ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേരണു, ഭഗവാനിലേക്ക് തന്നെ ലയിക്കണു എന്നാണ് പറയുന്നത്. പിന്നെയാണ് പറയുന്നത് ആ അനേകം മാർഗങ്ങളെ കുറിച്ച്. ഇനി ഭഗവാനെ കുറിച്ച് ഭഗവാന്റെ മാർഗത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ഭഗവാനിലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് വീണ്ടും വിസ്തരിക്കുകയാണ്. ഇതിന് മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി വീണ്ടും വിസ്തരിക്കുകയാണ്. 3 മാർഗങ്ങളെ കുറിച്ച് പറയുന്നു: ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ഇതിൽ തന്നെ ഇതിനു മുൻപ് അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് കാരണം സജ്ജനങ്ങൾക്ക് ആദ്യമേ മനസ്സിലായിട്ടുണ്ടാവും ഭക്തിയോഗത്തിനാണ് കൂടുതൽ വൈശിഷ്ട്യം. അതിന്റെ കാരണം വീണ്ടും എടുത്തു പറയുകയാണ്. ജ്ഞാനയോഗം ആർക്കാണ് വരിക? ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബോധം അല്ലെ. ആ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാറ്റിലും ഈശ്വരൻ തന്നെയാണ്, ഞാനും ഈശ്വരൻ തന്നെയാണ്. അപ്പൊ പിന്നെ എനിക്ക് വേറെ കാണേണ്ട ആവശ്യമില്ല ഒന്നിനെ. ആ ഒരു ഭാവം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാറ്റിലും വിരക്തി വരുന്ന ഒരാൾക്ക് ജ്ഞാനയോഗം സുഗമമായി തീരുന്നു. പക്ഷെ ഈ വിരക്തി വരിക, ഈ ബോധം ഉണ്ടാകുക എന്നുള്ളത് എളുപ്പമാണോ? അല്ല അല്ലെ. ഈ ഒരു തത്വം ഇപ്പൊ ഭാഗവതം കേൾക്കുക പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയണ കാര്യം തന്നെയാവും. പക്ഷെ എത്രത്തോളം നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ട്, അത് സംശയമാണ് അല്ലെ. നമ്മളൊക്കെ ആ മായയിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ജ്ഞാനയോഗം ദുർഘടാണ്. പിന്നെ പറയുന്നു കർമ്മയോഗത്തിനെ കുറിച്ച്. കർമ്മയോഗത്തിന്റെ പ്രത്യേകത എന്താ? ആ കർമ്മം ചെയ്യണതിനായിട്ട് ചില നിബന്ധനകളൊക്കെ ഉണ്ട്, അതിലൊക്കെ പിഴകൾ വരാം. അപ്പൊ കർമ്മപ്പിഴ വന്നാൽ അതിനനുസരിച്ച് ദോഷമുണ്ട്. സത്കർമ്മം ചെയ്താൽ ഗുണമുള്ള പോലെ തന്നെ കർമ്മപ്പിഴ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദുഷ്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അബദ്ധവശാലാണെങ്കിൽ പോലും അതിനനുസരിച്ച് ആ പാപവും കൂടി അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കർമ്മയോഗത്തിലൂടെയും ബുദ്ധിമുട്ടാണെന്നർത്ഥം. അപ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്ഞാനയോഗം വളരെ ജന്മങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതിപ്പോൾ എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ വേദങ്ങള്, ഉപനിഷത്തുകള്, പുരാണങ്ങള് മുതലായിട്ടുള്ള അനേകം ഗ്രന്ഥങ്ങളുണ്ട്. ഇത് മുഴുവൻ പഠിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യായുസ് കൊണ്ട് സാധിക്കില്ല. പഠിക്കേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, അത് സാധിക്കില്ല പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വിസ്തൃതമാണ്, അത്ര വ്യാപ്തിയുള്ളതാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഒരു ശ്ലോകം, ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം തന്നെ എടുത്തു വിചാരിക്കുക. സംസ്കൃതത്തിന്റെ പ്രത്യേകതയാണ് ആ ശ്ലോകത്തിന് തന്നെ ഒരു 100 വ്യാഖ്യാനം പറയാൻ പറ്റും. അങ്ങനെ ഒരു ശ്ലോകം മുഴുവൻ സ്വായത്തമാക്കിയതിന് ശേഷം അടുത്ത ശ്ലോകത്തിലേക്ക് പോയി ഇങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്രന്ഥം തന്നെ
പൂർത്തീകരിക്കാൻ എത്ര സമയമെടുക്കും ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെ എത്ര അനേകായിരം ഗ്രന്ഥങ്ങളാണ് നമ്മുടെ സനാതന ധർമ്മത്തിലുള്ളത്. അപ്പൊ അത് മുഴുവൻ പഠിക്കുമ്പോഴാണ് ഈ ജ്ഞാനം ഉണ്ടാവുക എന്ന് പറയുന്നത്. ആ ജ്ഞാനം അങ്ങനെ ആർജിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലായില്ലേ, എളുപ്പമല്ല. ഒരു ജന്മത്തില് എളുപ്പമല്ല, അനേകം ജന്മങ്ങൾ എടുക്കേണ്ടി വരും. ഇനി അനേകം ജന്മങ്ങൾ എടുക്കുക എന്ന് പറഞ്ഞാലും അത് സാധ്യമാകുമോ? ഒരു ജന്മത്തിൽ ഇപ്പൊ നമ്മൾ ഒരു ഇത്ര പുരാണങ്ങൾ നോക്കി വെച്ചു വിചാരിക്കുക, അടുത്ത ജന്മം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ ജന്മത്തിൽ എന്താ ചെയ്തത് നമുക്ക് ഓർമ്മ ഉണ്ടോ? ഇല്ല. അതിനുള്ള മാത്രം സിദ്ധികളൊന്നും നമുക്കില്ല. അപ്പൊ അങ്ങനെ ചില കഷ്ടതകള്, ചില വിഘ്നങ്ങളാണ് ഈ ജ്ഞാനയോഗം സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്നത്. പിന്നെ പറയുന്ന കർമ്മയോഗം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിഴകൾ വരാൻ വളരെ എളുപ്പത്തിൽ സാധിക്കണ ഒരു മാർഗമാണ് അത്, അല്ലെ? ഓരോ കർമ്മത്തിനും ഓരോ നിബന്ധനകളുണ്ട്. അതിനനുസരിച്ച് ആ ഒട്ടും തെറ്റ് പറ്റാതെ ചെയ്താൽ പോലും ചില സമയത്ത് ഭാവശുദ്ധി മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വിഘ്നം വരുന്ന സമയത്ത് ആ കർമ്മം ചെയ്തതിന്റെ ഗുണം തന്നെ ഇല്ലാണ്ടേ ആവണു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിലേക്ക് സൂക്ഷ്മമായിട്ട് പോയാലും അപകടമാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് സുഗമമായിട്ടുള്ള മാർഗമല്ല എന്നർത്ഥം. എന്നാൽ മെൽപ്പത്തൂർ പറയുന്നു, ഇതിനു മുമ്പും പറഞ്ഞതുപോലെ തന്നെ പറയുകയാണ്, ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച്, ഈ പ്രപഞ്ചത്തില് മുങ്ങിക്കിടക്കണ സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം ഭക്തി തന്നെയാണ്. കാരണം എന്താ, അത്ര മാധുര്യാണ്, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മുക്തി നേടാൻ വേണ്ടിയിട്ട് എന്നാണ് ഭക്തിയിലൂടെ. കാരണം എന്താ, ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ സ്വതവേ തന്നെ ആ ഹൃദയം പരിശുദ്ധമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ആ മുക്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. അനായാസേന എത്തും എന്നാണ് പറയുന്നത്, ഒരു പരിശ്രമവും ചെയ്യാതെ എത്തും എന്നാ പറയുന്നത്. ജ്ഞാനയോഗത്തിന് എത്ര കഷ്ടപ്പെടണം നമ്മൾ പറഞ്ഞു, കർമ്മയോഗത്തിന് എന്തൊക്കെ നിബന്ധനകൾ നോക്കിയിട്ട് വേണം നമ്മൾ പറഞ്ഞു, ഇത്രയൊക്കെ ബുദ്ധിമുട്ടണം. പക്ഷെ ഭക്തി യോഗത്തിന് മുക്തി വേണമെന്ന് ആഗ്രഹിക്കുകയും കൂടി വേണ്ട എന്നാണ്. മുക്തി കൈവെള്ളയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരും, അത്രയ്ക്ക് സൗകര്യമാണ്. പിന്നെ പറയാണ്, അങ്ങനെ ആ കാലത്തിന്റെ ഒന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഭക്തിയെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ചിന്തിച്ചാൽ അറിയുന്നതാണ്, ആ ഭഗവാനില് പൂർണ്ണ സമർപ്പണം എന്നുള്ളതാണ് ഭക്തിയുടെ ലക്ഷണം. അത് ഏത് ഭാവത്തിലും ആവാം. ഭക്തിക്ക് തന്നെ അനേകം ഭാവങ്ങൾ ഭാഗവതത്തിൽ നമുക്ക് കഥകൾ നോക്കിയാൽ അറിയാം, അല്ലെ? ആ അർജുനനാണ് അല്ലെങ്കിൽ ഉദ്ധവരാണെന്നുണ്ടെങ്കിൽ ശിഷ്യഭാവമാണ് സ്വീകരിച്ചത്, ഗോപികമാരാണെന്നുണ്ടെങ്കിൽ പ്രേമഭാവമാണ്, യശോദാദേവി വാത്സല്യമാണ്, ഇങ്ങനെ ആ ശിശുപാലനാണെങ്കിൽ ദ്വേഷഭാവമാണ്. എല്ലാവരും ഉദ്ദേശിച്ച അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത മാർഗം ഭക്തി തന്നെയാണ്, പക്ഷെ അനേകം ഭാവങ്ങളിലാണെന്ന് മാത്രം. ഇനി ഇതിനൊന്നും കാലതാമസവും ഇല്ല എന്നാണ്. നമ്മൾ ആ പൂർണ്ണമായിട്ട് എന്നാണോ ഭഗവാനിൽ സമർപ്പിക്കാൻ തീരുമാനിക്കുന്നത്, ഭക്തി പൂർണ്ണമായി എന്നാണ് പറയുന്നത്, അല്ലെ? ഖട്വാങ്കന് ഒരു മുഹൂർത്തം കൊണ്ട് സാധിച്ചു, പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് സാധിച്ചു. ജ്ഞാനയോഗത്തിന് അനേകം ജന്മങ്ങൾ എടുക്കണം എന്ന് പറയുമ്പോൾ ഭക്തിയോഗം ഇവിടെ കാണിച്ചു തരികയാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നാ. എത്രയും പെട്ടെന്ന് ഭഗവാനിലേക്ക് എത്താൻ പറ്റണ, അല്ലെങ്കിൽ ആ മുക്താവസ്ഥയിലേക്ക് എത്താൻ പറ്റണ മാർഗമാണ്. അപ്പൊ ഇത് തന്നെ സ്വീകരിച്ചോളൂ. മാത്രല്ല ഒരു ക്ലേശവും ഇല്ല എന്നാണ്. ഇത് ആ ഭക്തിയോഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്ര മാധുര്യാണ്, ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ആ മാർഗത്തിൽ നടക്കാൻ പറ്റുന്ന. അപ്പൊ നമ്മള് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിലും ഷോർട്ട് കട്ട് നോക്കുന്ന ആൾക്കാരാണ്, എളുപ്പത്തിൽ എങ്ങനെ കിട്ടുക നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് എന്നറിയില്ല ആ വ്യാസഭഗവാൻ എഴുതി വെച്ചിട്ടുള്ളത് ഈ ഭക്തിയോഗത്തിനെ കുറിച്ച്. പിന്നെ പറയുകയാണ്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഭഗവാന്റെ കാരുണ്യം കൂടാണ്ടേ സാധിക്കില്ല എന്നാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മാർഗങ്ങളിലൂടെ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ എത്ര സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ കണ്ട് അത് പൂർണ്ണമാവില്ല എന്നുള്ളത് പറയുകയാണ്. എന്താണ്, ഈ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാലാണ് ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും സുഗമം. അത് കാരണം തന്നെ നാഗലോകത്ത്, സ്വർഗലോകത്തും നരകലോകത്തും ഒക്കെ ഉള്ള ആൾക്കാരെ ആഗ്രഹിക്കുകയാണ് ഈ ഭൂമിയിൽ ഒന്ന് വന്ന് പിറക്കണം മനുഷ്യനായിട്ട്, കലിയുഗത്തിൽ തന്നെ വന്ന് പിറക്കണം. കാരണം കലിയുഗത്തിൽ നമുക്കറിയാം നാമസങ്കീർത്തനം മാത്രം മതി, അല്ലെ, ഭഗവാനിലേക്ക് എത്താൻ. അങ്ങനെ ആ ഭക്തിയിലൂടെ ഭഗവാനിലേക്ക് എത്തണം എന്ന് അവര് പോലും ആഗ്രഹിക്കുകയാണ്. എനിക്ക് കിട്ടി ഗുരുവായൂരപ്പ എന്ന് മെൽപ്പത്തൂർ പറയുകയാണ്, എനിക്ക് കിട്ടി ആ ജന്മം, മനുഷ്യജന്മം എനിക്ക് കിട്ടി. ഈ സംസാര സാഗരത്തില് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പലാണ് ഈ മനുഷ്യ ശരീരം. മെൽപ്പത്തൂർ പറയുകയാണ്, ആ കപ്പലിന്റെ കപ്പിത്താൻ ആരാണ്? ഗുരുനാഥനാണ്. ആ ഗുരുനാഥനാണ് വഴി കാണിച്ചു തരുന്നത്, മാർഗദർശനം ചെയ്യുന്നത്. എന്നാൽ ഈ ഗുരുനാഥൻ ഉണ്ടായിട്ടും കാര്യമില്ല, മനുഷ്യ ശരീരം ആ കപ്പലുണ്ടായിട്ടും കാര്യമില്ല. എല്ലാം ആ വിചാരിച്ചതുപോലെ നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെ, ആ കപ്പലിന് വിചാരിച്ച പോലെ ലക്ഷ്യത്തിൽ എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കാറ്റും കൂടി അനുകൂലമാവണം. ആ കാറ്റ് എന്ന് പറയുന്നതാണ് ഗുരുവായൂരപ്പ അവിടുത്തെ കാരുണ്യം, അവിടുത്തെ ആ കടാക്ഷം. ആ കടാക്ഷം എൻ്റെ കൂടെ ഉണ്ടാവണേ, അല്ലെ? ഏത് ഭാവത്തിലായാലും ശരി, ജ്ഞാനയോഗം തിരഞ്ഞെടുത്താലും ശരി, കർമ്മയോഗം തിരഞ്ഞെടുത്താലും ശരി, ഭക്തി കൂടാണ്ടേ, ഭഗവാന്റെ കൃപ കൂടാണ്ടേ അത് ലക്ഷ്യത്തിൽ എത്തില്ല.
ഇനിയിപ്പോൾ ധ്യാനയോഗം നേരത്തെ ആ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞതുപോലെ അല്ലെ, ഭഗവാനെ ധ്യാനിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ട്? നമ്മുടെ മനസ്സ് ഉറക്കായാണ്. അത് ഉറക്കണം എന്നുണ്ടെങ്കിലും മേൽപ്പത്തൂർ ഇവിടെ സൂചിപ്പിക്കണു ആ ഭഗവാന്റെ കടാക്ഷം, കൃപ മാത്രമേ അതിന് മാർഗമായിട്ടുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ഏത് മാർഗം സ്വീകരിക്കുകയാണെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ഭഗവാന്റെ കാരുണ്യം, ആ കാരുണ്യത്തിന് വേണ്ടത് ഭക്തിയാണ്. അതാണ് പറഞ്ഞത് ഭക്തിയോഗം വേണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് പിന്നെ മേൽപ്പത്തൂര് പറയാണ്, ഇങ്ങനെയൊക്കെയാണെങ്കിലും ഗുരുവായൂരപ്പ, ഈ കാണുന്ന പ്രപഞ്ചത്തില് മുങ്ങിക്കിടക്കണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിരക്തി വന്നിട്ട് ആ മാർഗം ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച് ഭഗവാനിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ ദുഷ്കരമായിട്ടുള്ള കാര്യമാണെന്നാണ് അല്ലെ. തന്റെ ഗൃഹം, തന്റെ കുടുംബം, തന്റെ ധനം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് കഴിയണ ഈ മനുഷ്യന് പൂർണ്ണമായിട്ട് ഈ ബോധ്യം വന്നിട്ട്, വൈരാഗ്യം വന്നിട്ട് ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനും ഉപായമായിട്ട് തന്നെ പറയുന്നത് ഭക്തിയെ തന്നെയാണ്. കാരണം എന്താ, ഭക്തി നമുക്ക് ഭാഗവതമൊക്കെ പഠിക്കുക കേൾക്കുക എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഭക്തിയെ അമ്മയായിട്ടും ജ്ഞാനവൈരാഗ്യങ്ങളെ കുട്ടികളായിട്ടുമാണ് പറയുന്നത്. അപ്പൊ അത് കാരണം ഭക്തിയെ വിളിച്ചാൽ മതി അല്ലെ, അമ്മയെ വിളിച്ചാൽ മതി, കുട്ടികൾക്ക് വേറെ ക്ഷണം കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ കൂടെ പോന്നോളും. അതേപോലെ തന്നെ ഭക്തിയെ നമ്മൾ നല്ലോണം ഉള്ളില് നമ്മൾ ഉണ്ടാക്കുകയാണ് അല്ലെ, വർദ്ധിപ്പിച്ചു വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജ്ഞാനവും വൈരാഗ്യവും തന്നെ പോന്നോളുന്ന. ജ്ഞാനം എങ്ങനെയാണ്? ആ ഭക്തി വർദ്ധിക്കുന്ന സമയത്ത് ഈ നേരത്തെ പറഞ്ഞ തത്വജ്ഞാനം തന്നെ മനസ്സിൽ ഉദിക്കും. ആ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ വൈരാഗ്യം ഉണ്ടാവും. പിന്നെ വൈരാഗ്യം ഉണ്ടാവാനുള്ള വിഘ്നം എന്താ? അതാണ് പറയുന്നത്, ഈ മറ്റുള്ള കാര്യങ്ങൾ, പ്രപഞ്ചത്തിൽ കാണുന്ന ആ വസ്തുക്കളെ കുറിച്ചും അതേപോലെ മനുഷ്യരെ കുറിച്ചും ഒക്കെ നമുക്ക് വരുന്ന ആസക്തി, ബന്ധം. ആ ബന്ധം തന്നെയാണ് ബന്ധനമായിട്ട് തീരണത്. അങ്ങനെ ഞാൻ ബന്ധനപ്പെട്ട് നിൽക്കരുതേ അല്ലെ, എന്നെ ആ ഭക്തിയിലൂടെ തന്നെ മുക്തിയിലേക്ക് വഴി കാണിച്ചു തരണേ, എനിക്ക് ഭക്തി നല്ലോണം എൻ്റെ മനസ്സിൽ തോന്നിക്കണേ. ദോഷബുദ്ധികളാണ് ഈ പറയുന്ന ആ ചുറ്റും കാണുന്ന പ്രാപഞ്ചികമായിട്ടുള്ള വസ്തുക്കൾ എന്നുണ്ടെങ്കിലും അവയെ ഞാൻ സേവിക്കുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഹൃദയം അവിടുത്തെ പാദത്തിൽ ഉറച്ചു നിൽക്കണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുക്തി സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗുരുവായൂരപ്പ എന്ന് മേൽപ്പത്തൂർ പറയാണ്. പിന്നെ ഇങ്ങനെ വൈരാഗ്യം സിദ്ധിച്ച രണ്ടാൾക്കാരുടെ ഉദാഹരണവും കൂടി പറഞ്ഞിട്ടാണ് ഈ ദശകം സമർപ്പിക്കുന്നത്. നമുക്കറിയാം ഏകാദശ സ്കന്ധത്തിലെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗമാണ് അയളഗീത, ഭിക്ഷുഗീത. ഈ രണ്ട് ഭാഗങ്ങളെ 2 ശ്ലോകങ്ങളായിട്ട് ചുരുക്കി പറയുകയാണ്. ആദ്യം പറയുന്നത് ആ ധനമാർജിക്കണം, ആ ധനത്തിനോടുള്ള അത്യാസക്തി, അതിൽ നിന്ന് വൈരാഗ്യം വന്ന ഒരു വ്യക്തിയുടെ കഥയാണ് ആദ്യം പറയുന്നത്. ഭിക്ഷുഗീതയിലൂടെ പറയുകയാണ്, പണ്ട് അവന്തി രാജ്യത്ത് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്നാ. ഈ ബ്രാഹ്മണൻ പിശുക്കനായിരുന്നു. സ്വന്തം കുടുംബത്തിന് പോലും ഒന്നും ചെലവിന് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ആ ധനം, അയാൾ സമ്പാദിച്ചിട്ടുള്ള ധനം അവർക്കായിട്ട് ചെലവഴിക്കുകയോ ഒന്നും ചെയ്യില്ല എന്നാണ്. ആ ധനം ഇങ്ങനെ കൂട്ടി വെച്ച് തൻ്റെ ധനം തൻ്റെത് എന്ന് ചിന്തിച്ചും കൊണ്ട് അത്രയ്ക്ക് ആസക്തിയാണ് ഈ ധനത്തിനോടെന്ന്. അത് കാരണം തന്നെ അയാൾ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കില്ല, മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്യില്ല. ധർമ്മത്തിനായും കൊണ്ട് ഈ ധനം ഉപയോഗിക്കാത്തത് കാരണം ഇദ്ദേഹത്തിന് അനേകം ശത്രുക്കൾ ഉണ്ടായി. അങ്ങനെ ശത്രുക്കൾ ഈ കുടുംബക്കാരന്റെ ശത്രുക്കളായി തീർന്നു. ഈ കള്ളന്മാരൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിന്റെ ധനം മുഴുവൻ അപഹരിച്ചു കൊണ്ടുപോയി. അങ്ങനെ ആ കുടുംബക്കാരും അതിന് കൂട്ടുനിന്നു. അവസാനം പെരുവഴിയിലായി എന്നർത്ഥം. ഒന്നുമില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ. അങ്ങനെ ഒന്നുമില്ല, വിശക്കാൻ തുടങ്ങിയപ്പോൾ ഭിക്ഷ യാചിക്കാൻ തുടങ്ങി. ആരോ ദയ തോന്നിയപ്പോൾ ഭക്ഷണം എന്തോ കൊടുത്തു എന്നാണ് ഭിക്ഷയായിട്ട്. അങ്ങനെ കൊടുത്ത സമയത്തും പക്ഷെ അതുപോലും കഴിക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. ചിലര് ഉപദ്രവിക്കാൻ തുടങ്ങി. ആദ്യത്തെ ആ ദുഷ്ടതയൊക്കെ ചിന്തിച്ചിട്ട് ആൾക്കാര് ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ കഴിക്കാൻ പറ്റാതെ അയാൾ ഇറങ്ങി നടന്നു എന്നാണ്. നടന്ന സമയത്ത് അയാൾ ഒരു പാട്ട് പാടി. അതാണ് ഭിക്ഷുഗീത. ഈ പാട്ടിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോ യാതൊരു വിഷമവും ഇല്ല എന്നാ. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു അപമാനം ഉണ്ടായില്ലേ, ദുഃഖം ഉണ്ടായി. എനിക്ക് ഭക്ഷണം തന്നു, അതുപോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല, എൻ്റെ ധനം മുഴുവൻ നഷ്ടപ്പെട്ടു, ഇതൊക്കെ ഉണ്ടായി. പക്ഷെ ഈ ദുഃഖത്തിനൊന്നും കാരണം ചുറ്റും കാണുന്ന ആൾക്കാരല്ല എന്നാ. എൻ്റെ കുടുംബക്കാരോ അല്ലെങ്കിൽ എന്നെ ഉപദ്രവിച്ച ഈ മനുഷ്യരോ അല്ലെങ്കിൽ കാലമോ അല്ലെ വിധിയോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കുറ്റപ്പെടുത്തുക. എനിക്ക് എൻ്റെ ദുഃഖം വന്നതിൻ്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതങ്ങോട്ട് ബ്ലെയിം ചെയ്യാണ് നമ്മൾ ചെയ്യുക. ഇവിടെ ഈ ഭിക്ഷു കാണിച്ചു തരികയാണ് അതല്ല ശരി എന്നാണ്. കാരണം എനിക്ക് വന്ന ദുഃഖത്തിന്റെ കാരണം എൻ്റെ മനസ്സ് തന്നെയാണ്. ഈ ദുഃഖം എന്ന് പറയുന്നത് ദ്വൈതഭാവത്തിൽ ഒന്നാ. സുഖം ദുഃഖം, ഇതാണ് ദ്വൈതഭാവം. ഇത് രണ്ടും മനസ്സിനേ ഉള്ളൂ. സത്യത്തില് സുഖവും ഇല്ല ദുഃഖവും ഇല്ല. ഇത് ആ മനസ്സിന്റെ, ആ മായയിൽ പെടുന്ന മനസ്സിന്റെ ആ 2 ഭാവങ്ങളാണെന്ന് മാത്രം. സത്യത്തില് ഇവരൊന്നും എൻ്റെ ദുഃഖത്തിന് കാരണമല്ല, എൻ്റെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ ഞാൻ അങ്ങോട്ട് ഉപേക്ഷിക്കുകയാണ്. അപ്പൊ ഞാൻ പരമാനന്ദത്തില് ആണെന്നാണ്.
അപ്പോൾ എനിക്ക് മുൻപൊരു തെറ്റ് പറ്റി, ആ തെറ്റ് പറ്റിയത് എന്താണെന്ന് എനിക്ക് ആ ബോധ്യം ഉണ്ടായിരിക്കണു. ആ ധനത്തിന്റെ മുകളിൽ എനിക്കുണ്ടായ ആസക്തിയാണ് എനിക്ക് ഈ ദുഃഖത്തിനൊക്കെ കാരണമായതെന്ന് ഞാൻ മനസ്സിലാക്കണു. ആ ധനത്തിനെ ഞാൻ ഉപേക്ഷിക്കണു, അതിന്റെ മുകളിലുള്ള ആസക്തി ഞാൻ ഉപേക്ഷിക്കണു. അതിനാൽ എനിക്ക് വന്നിട്ടുള്ള ദുഃഖം തരണ ഈ മനസ്സിനെയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. എൻ്റെ സർവ്വവും അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇങ്ങനെ ദുഃഖം കാരണം, ജീവിതത്തിൽ വന്നിട്ടുള്ള ആ വിഷമം കാരണം അദ്ദേഹത്തിന് വൈരാഗ്യം വന്നു. ആ വൈരാഗ്യം, ജ്ഞാനം രണ്ടും ഉണ്ടായി. അതിന്റെ കൂടെ തന്നെ ഭക്തി ഉണ്ടായി. ഭക്തി ഉണ്ടാവാനാ ബുദ്ധിമുട്ട്. മറ്റത് രണ്ടും പിന്നെയും ജീവിത അനുഭവം വെച്ചെങ്കിലും നമുക്ക് ഉണ്ടാവും അല്ലെ. കുറച്ചൊക്കെ നമുക്ക് കുറച്ച് കഷ്ടതകളൊക്കെ അനുഭവിച്ചു അല്ലെ, ചതിയിൽ പെട്ടു, കുഴിയിൽ പെട്ടു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒരു ബോധ്യം ഉണ്ടാവും, കുറച്ചൊക്കെ വൈരാഗ്യവും ജ്ഞാനമൊക്കെ ഉണ്ടാവും ജീവിതത്തിനെ കുറിച്ച്. പക്ഷെ ഭക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിന് നേരത്തെ പറഞ്ഞതുപോലെ ത്വത്കൃപാചാരുതാഭ്യാം, ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഈ ഭിക്ഷുകൻ എന്തുകൊണ്ടോ ആ കൃപ ഉണ്ടായിരുന്നു. അതിലൂടെ, ആ ഭക്തിയിലൂടെ അദ്ദേഹം ഇങ്ങനെ ആ ഒരു ബോധ്യം വന്നതോടുകൂടി അദ്ദേഹം ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഭഗവാനെ സേവിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയുള്ള ഒരു ഭാവം എനിക്കും ഉണ്ടാക്കി തരണേ എന്ന് മെൽപ്പത്തൂർ പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അയളന്റെ കഥയ്ക്ക് കിടക്കുന്നത്. അയളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരൂരവസ രാജാവ്, അദ്ദേഹത്തിന്റെ മറ്റൊരു പേരാണ് അയളൻ, ഇളയുടെ പുത്രനായത് കാരണം. നവമസ്കന്ധത്തില് തുടക്കത്തില് ഈ കഥ പറയുന്നുണ്ട് ഭാഗവതത്തില്. പക്ഷെ നാരായണീയത്തിൽ അത് അത്ര വിസ്തരിച്ച് നവമസ്കന്ധത്തിലേക്ക് കടന്നിട്ടില്ല. എന്തായാലും ഇവിടെ വേണ്ട ഭാഗം നമുക്ക് പറയാം. ഈ അയളൻ അല്ലെങ്കിൽ പുരൂരവസ് അദ്ദേഹത്തിന് ഉർവശിയെ കണ്ട സമയത്ത് പത്നിയാക്കണം എന്ന് വലിയ മോഹമുണ്ടായി. അങ്ങനെ ഉർവശിയോട് പറഞ്ഞു, എൻ്റെ പത്നിയായി വരൂ എന്ന് പറഞ്ഞു. ഉർവശി ചില കണ്ടീഷനുകളൊക്കെ പറഞ്ഞു എന്നാണ്. ഇന്ന നിബന്ധനയെ കണ്ട് ഇത് തെറ്റിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് സ്വർഗത്തേക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ അങ്ങയുടെ പത്നിയായിട്ട് നിൽക്കാം എന്നാണ്. അങ്ങനെ ഈ പുരൂരവസ് ഈ കാമാസക്തനായി കൊണ്ട് അതൊക്കെ സമ്മതിച്ചു. ഇപ്പോ രാജാവാണെങ്കിലും രാജ്യം നോക്കല്ല പുരൂരവസിന്റെ പണി, ഉർവശിയുടെ നിബന്ധനകൾ തെറ്റാൻ പാടില്ല, അത് നോക്കലാണ് ഇദ്ദേഹത്തിന്റെ പണി എന്നാണ്. അങ്ങനെ കാലം കുറെ ചെന്നു. അപ്പൊ ഉർവശി എന്തുകൊണ്ടാ ഭൂമിയിൽ ഇങ്ങനെ ഒരു രാജാവിന്റെ പത്നിയായി വന്ന് ജനിക്കേണ്ടി വന്നെന്ന് വെച്ചാൽ ഉർവശിക്ക് ഒരു ശാപം കിട്ടിയിരുന്നു, കുറച്ചു കാലം ഭൂമിയിൽ പോയി നിൽക്കണം എന്ന്. അത് കാരണം ആ സമയത്താണ് ഇപ്പൊ ഇതൊക്കെ ഒത്തു വന്നത്. അതുകൊണ്ടാണ് പത്നിയായി നിൽക്കുന്നത്. ഈ ശാപം കഴിയാനായ സമയത്ത് സ്വർഗലോകത്തെ ഇന്ദ്രനും മറ്റുള്ള ദേവന്മാർക്കും ഒക്കെ ഉർവശിയെ കാണാൻ കൊതിയായി എന്നാണ്. കാരണം അപ്സരസാണല്ലോ അവിടുത്തെ. അപ്പോൾ അത് കാരണം തന്നെ ദേവേന്ദ്രൻ ഇടപെട്ടു. ദേവേന്ദ്രന്റെ ആ ഇടപെടൽ കാരണം രാജാവ് അറിയാതെ തന്നെ ഉർവശി പറഞ്ഞ നിബന്ധനകളൊക്കെ തെറ്റി. എന്തായാലും ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഉർവശി പറഞ്ഞു, ഞാൻ തിരിച്ചു പോവാണ്, എൻ്റെ നിബന്ധനയൊക്കെ തെറ്റി, അത് കാരണം ഞാനിനി സ്വർഗലോകത്തേക്ക് തിരിച്ചു പോവാണെന്ന് പറഞ്ഞിട്ട് ഉർവശി പോയി എന്നാണ്. രാജാവിന് ഭയങ്കര ഡിപ്രഷനായി എന്നാണ് ഉർവശിയെ കാണാതെ. ഉർവശിയെ തന്നെ ചിന്തിച്ചിരിക്കുക, എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് ഉർവശിയെ കുറിച്ച് മാത്രമേ ചിന്ത ഉള്ളൂ എന്നാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്യാൻ പറ്റണില്ല എന്നർത്ഥം. അങ്ങനെ അദ്ദേഹം ഉർവശിയെ തന്നെ ചിന്തിച്ചും കൊണ്ട് അനേകം സംവത്സരം കഴിഞ്ഞു. ഒരു ദിവസം ഒരു സന്ദർഭത്തിൽ ഉർവശിയെ കാണാനിടയായി. കണ്ട സമയത്ത് വലിയ സന്തോഷമായി, ഓടിച്ചെന്നിട്ട് പറഞ്ഞു, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്, നീ തിരിച്ചു വരും എന്നാണ് വിചാരിച്ചത്, നീ വന്നില്ലല്ലോ, നിന്നെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കണുള്ളൂ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഉർവശി തലയ്ക്ക് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ രാജാവേ, എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഈ നശിക്കണ എന്നെക്കുറിച്ച് മാത്രം, അപ്സരസാണ്, ഉർവശിക്കും നാശമുണ്ട്, ദേവലോകത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞതാ, ബ്രഹ്മാവിനടക്കം നാശമുണ്ട്, ജനിച്ചത് കാരണം മരണം ഉറപ്പാണ്. അങ്ങനെ നശിക്കണ എന്നെക്കുറിച്ച് ഉർവശി പറയുകയാണ്, ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും നശിക്കാത്ത ആ അച്യുതൻ, ഒരു ച്യുതിയില്ലാത്ത ആ അച്യുതനെ കുറിച്ച് അങ്ങ് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങക്ക് എന്നോ മുക്തി കിട്ടിയേനെന്ന് ചോദിക്കുകയാണ്. അന്ന് ആ പുരൂരവസ് മനസ്സിലാക്കുകയാണ് എത്ര വലിയ അബദ്ധമാണ് ചെയ്തതെന്ന്. ഉർവശി അങ്ങോട്ട് നമസ്കരിച്ചു എന്നാ പറയുക ആചാര്യന്മാര്. ഗുരുനാഥയാണ് നീന, ഭഗവാനെ കാണിച്ചു തരുന്ന ആളാരോ അയാളാണ് ഗുരുനാഥൻ. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ടു. പിന്നെ അദ്ദേഹം ഒരു പാട്ട് പാടി, നേരത്തെ ഭിക്ഷു പാടിയതുപോലെ. ഇവിടെ ആ ആശയം വരുന്നത്, കാമം എന്നുള്ളത് വളരെ താൽക്കാലികമായിട്ട് നമുക്ക് സുഖം തരുന്ന ഒരു വാസന മാത്രമാണ് അല്ലേ. എന്നാൽ ഭഗവാനിലുള്ള ഭക്തി അത് നമുക്ക് ആത്യന്തികമായിട്ട് സമാധാനവും സുഖവും ആനന്ദവും തരുന്നതാണ്. അപ്പോൾ ആ ആത്യന്തികമായിട്ടുള്ളത് കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നശിക്കണ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ളതിനേക്കാളും എന്നും നിലനിൽക്കണതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ആ കാമാസക്തിയുടെ പിന്നാലെ പോവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പാട്ട് പാടി ആ അയളൻ പാടി ആ പാട്ടിനെയാണ് അയള ഗീത എന്ന് പറയുക ഏകാദശ സ്കന്ധത്തിൽ. എന്തായാലും പിന്നീട് അദ്ദേഹം ആ ഭഗവാനെ തന്നെ ആരാധിച്ചു. ഭഗവത് ഭക്തി മനസ്സിൽ നിറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ ആത്യന്തികമായിട്ടുള്ള ആനന്ദമുണ്ടായി. ആ ആനന്ദത്തിലൂടെ ഭഗവാന്റെ പദത്തിൽ തന്നെ എത്തുകയും ചെയ്തു.
അങ്ങനെ കാണിച്ചു തരികയാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന് ധനത്തിലുണ്ടായിരുന്ന ആസക്തി, മറ്റത് കാമാസക്തി. രണ്ടിൽ നിന്ന് വൈരാഗ്യം വന്നിട്ടുള്ള ആ വൈരാഗ്യം വന്നുകൊണ്ട് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് മഹാത്മാക്കളുടെ കഥയാണ് പറഞ്ഞത്. ആ രീതിയിൽ അടിയനും ആ വൈരാഗ്യം ഉണ്ടാവണേ, അടിയനെയും അവിടുന്ന് അനുഗ്രഹിക്കണേ, രോഗങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മെൽപ്പത്തൂര് 96ാമത്തെ ദശകവും സമർപ്പിക്കുകയായി. ഇനി 3 ദശകങ്ങളും കൂടിയാണുള്ളത്. നമുക്ക് സമയം പോലെ അത് ചെയ്യാൻ ശ്രമിക്കാം. എന്തായാലും ഈ ഭാഗവും ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ത്വം ഹി ബ്രഹ്മൈവ സാക്ഷാത് പരമുരുമഹിമന്നക്ഷരാണാമകാര താരോ മന്ത്രേഷു രാജ്ഞാം മനുരസി മുനിഷു ത്വം ഭൃഗുർനാരദോപി പ്രഹ്ലാദോ ദാനവാനാം പശുഷു ച സുരഭി പക്ഷിണാം വൈനതേയ നാഗാനാമസ്യ നന്ദ സുരസരിതപി ച സ്രോതസാം വിശ്വമൂർത്തേ ബ്രഹ്മണ്യാനാം ബലിസ്ത്വം ക്രതുഷു ച ജപയജ്ഞോऽസി വീരേഷു പാർത്ഥോ ഭക്താനാമുദ്ധവസ്ത്വം ബലമസി ബലിനാം ധാമ തേജസ്വിനാം ത്വം നാസ്ത്യന്തസ്ത്വദ്വിഭൂതേർവികസദതിശയം വസ്തു സർവം ത്വമേവ ത്വം ജീവസ്ത്വം പ്രധാനം യദിഹ ഭവദൃതേ തന്ന കിഞ്ചിത് പ്രപഞ്ചേ ധർമ്മം വർണ്ണാശ്രമാണാം ശ്രുതിപഥവിഹിതം ത്വത്പരത്വേന ഭക്ത്യാ കുർവന്തോऽന്തർവിരാഗേ വികസതി ശനകൈ സന്ധ്യജന്തോ ലഭന്തെ സത്താസ്ഫൂർത്തി പ്രിയത്വാത്മകമഖില പദാർത്ഥേഷു ഭിന്നേഷ്വഭിന്നം നിർമൂലം വിശ്വമൂലം പരമമഹമിതി ത്വദ്വിബോധം വിശുദ്ധം ജ്ഞാനം കർമാപി ഭക്തിസ്ത്രിതയമിഹ ഭവത്പ്രാപകം തത്ര താവത് നിർവിണ്ണാനാമശേഷേ വിഷയ ഇഹ ഭവേത് ജ്ഞാനയോഗ്യധികാര സക്താനാം കർമ്മയോഗസ്ത്വൈഹി വിനിഹിതോ യേ തു നാത്യന്തസക്താ നാപ്യത്യന്താ വിരക്താ ത്വയി ച ധൃതരസാ ഭക്തിയോഗോ ഹ്യമീഷാം ജ്ഞാനം ത്വദ്ഭക്തതാം വാലഘുസുകൃതവശാന്മർത്യലോകേ ലഭന്തെ തസ്മാദത്രൈവ ജന്മ സ്പൃഹയതി ഭഗവന്നാകഗോ നാരകോ വാ ആവിഷ്ടം മാം തു ദൈവാദ്ഭവജലനിധിപോതായിതേ മർത്യദേഹേ ത്വം കൃത്വാ കർണധാരം ഗുരുമനുഗുണവാദായിതസ്താരയേഥാ അവ്യക്തം മാർഗയന്തശ്രുതിഭിരപി നയൈ കേവലജ്ഞാനലുബ്ധാ ക്ലിശ്യന്തെ അതീവ സിദ്ധിം ബഹുതരജനുഷാമന്ത ഏവാപ്നുവന്തി ദൂരസ്ഥഃ കർമ്മയോഗോऽപി ച പരമഫലേനന്വയം ഭക്തിയോഗസ്ത്വാമൂലാദേവ ഹൃദ്യസ്ത്വരിതമപി ഭവത്പ്രാപകോ വർദ്ധതാം മേ ജ്ഞാനായൈവാദിയത്നം മുനിരപവദതേ ബ്രഹ്മതത്വം തു ശൃണ്വൻ ഗാഢം ത്വത്പാദഭക്തിം ശരണമയതി യസ്തസ്യ മുക്തികരാഗ്രേ ത്വധ്യാനേ അപീഹ തുല്യാ പുനരസുകരതാ ചിത്തചാഞ്ചല്യഹേതോ അഭ്യാസാദാശു ശക്യം തദപി വശയിതും ത്വത്കൃപാചാരുതാഭ്യാം നിർവിണ്ണ കർമ്മമാർഗേ ഖലു വിഷമതമേ ത്വത്കഥാദൗ ച ഗാഢം ജാതശ്രദ്ധോऽപി കാമാനൈ ഭുവനപതേ നൈവ ശക്നോമി ഹാതും തദ്ഭൂയോ നിശ്ചയേന ത്വയി നിഹിതമനാ ദോഷബുദ്ധ്യാ ഭജം സ്ഥാൻ പുഷ്ണീയാം ഭക്തിമേവ ത്വയി ഹൃദയഗതേ മംക്ഷു നങ്ക്ഷ്യന്തി സംഗാ കശ്ചിത് ക്ലേശാർജിതാർത്ഥക്ഷയ വിമലമതിർനുദ്യമാനോ ജനൗഘൈ പ്രാഗേവം പ്രാഹ വിപ്രോ ന ഖലു മമ ജനഃ കാലകർമ്മഗ്രഹാവാ ചേതോ മേ ദുഃഖഹേതുസ്തദിഹ ഗുണഗണം ഭാവയത് സർവകാരീത്യുക്ത്വാ ശാന്തോ ഗതസ്ത്വാം
മമ ച കുരു വിഭോ താദൃശീം ചിത്തശാന്തിം. ഐളപ്രാഗുർവശിം പ്രത്യതിവിവശമനാ സേവമാനഃശിരാം താം ഗാഢം നിർവിദ്യ ഭൂയോ യുവതി സുഖമിദം ക്ഷുദ്രമേവേതി ഗായൻ. ത്വദ്ഭക്തിം പ്രാപ്യ പൂർണ്ണഃ സുഖതരമചരത്തദ്വദുദ്ധൂതസംഗം. ഭക്തോത്തംസം ക്രിയാമാം പവനപുരപതേ ഹന്ത മേ രുന്ധിരോഗാൻ. ഗുരുവായൂരപ്പാ ശരണം.